മുലയൂട്ടൽ എപ്പോഴാണ് തുടങ്ങേണ്ടത്? നോർമൽ ഡെലിവറി ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അപ്പോൾ തന്നെ നമുക്ക് കുഞ്ഞിനെ മാറിലോട്ട് കിടത്തുകയും കുഞ്ഞ് ഞൊണയുകയും ചെയ്യുന്നതായിരിക്കും. സിസേറിയൻ ആണെങ്കിൽ വിത്തിൻ 30 മിനിറ്റ്സ് ടു 1 അവർ ഇനീഷ്യേറ്റ് ചെയ്യാവുന്നതാണ്. ഒരു കുഞ്ഞ് ഒരു പുതിയ ലോകത്തേക്ക് വന്നു കഴിയുമ്പോൾ കുഞ്ഞ് ഞൊണഞ്ഞ് തുടങ്ങാനായിട്ടും നന്നായിട്ട് ആഞ്ഞു വലിച്ചു കുടിക്കാനായിട്ടൊക്കെ സമയമെടുക്കും. അതിനാണ് നമ്മൾ പ്രോപ്പർ പൊസിഷനിങ്ങും പ്രോപ്പർ ലാച്ചിങ് എന്നൊക്കെ പറയുന്നത്. ആ ടെക്നിക്ക് കറക്റ്റ് ആയാലാണ് കുഞ്ഞിന് കൃത്യമായിട്ട് കിട്ടുകയുമുള്ളൂ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പ് പ്രോപ്പർ പൊസിഷനും എല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയായിരിക്കും വിടുക. എല്ലാവരുടെയും ഡൗട്ടാണ്, എനിക്ക് പാലുണ്ടോ, എനിക്ക് പാല് തികയുന്നില്ലല്ലോ, കൊച്ചിന് മതിയായോ, എങ്ങനെ മനസ്സിലാകും, കുഞ്ഞാഞ്ഞു വലിച്ചു കുടിക്കുന്നില്ല. അപ്പോൾ ഒരുപാട് ആകുലതകളാണ് എല്ലാ അമ്മമാർക്കും ഉള്ളത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് തീർക്കാം. ഇനി എങ്ങനെയാണ് എനിക്ക് പാല് ഉണ്ടാകുന്നത്? അമ്മയുടെ ശരീരത്തിലുള്ള അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അമ്മയുടെ ശരീരത്തിലുള്ള വെള്ളത്തിൽ നിന്നും ഒക്കെയാണ് ഈ പാൽ ഉൽപ്പാദിപ്പിച്ചു വരുന്നത്. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് വഴി. ഇതിന് എന്താണ് വേണ്ടത്? കുഞ്ഞിന്റെ പ്രസൻസ്. കുഞ്ഞ് ഞൊണയുന്നു, കുഞ്ഞ് മുല ഞൊണയുമ്പോഴത്തേക്കും അവിടെ ഉണ്ടാകുന്ന ആ ഒരു റിഫ്ലെക്സ് വഴിയാണ് ഇതുണ്ടായി വരുന്നത്. ഇത് പ്രൊലാക്റ്റിൻ, ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ചില ഹോർമോൺസ് ആണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്. അപ്പൊ കുഞ്ഞു ഞൊണഞ്ഞാലാണ് പാൽ ഉണ്ടാകുകയുള്ളൂ, അല്ലെങ്കിൽ കുഞ്ഞു കൂടെ ഉണ്ടെങ്കിലാണ് ആ പ്രത്യേകത.